ഈ കാണുന്നതേ എൻ്റെ ഗാർഡനിലുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു അലങ്കാര സസ്യമല്ല, ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ്. ഇതിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഡബിൾ ഷെയ്ഡഡ് ആണ് ഇതിൻ്റെ ഇലകളുടെ കളറൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇലകളുടെ മുകൾ വശത്ത് ഒരു പച്ചയും ആഷും കലർന്ന കളറും, അടിവശത്ത് പിങ്കും റെഡും ചേർന്ന കളറാണ് കേട്ടോ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പർപ്പിൾ കളറാണ്. ഞാനിപ്പോൾ കാണിച്ചു തന്നത് അതിൻ്റെ പൂങ്കുലകളാണ് കേട്ടോ. അടക്കി അടുക്കി വെച്ചുള്ള പോലെ ഉള്ള പൂങ്കുലകളാണ്. അപ്പം അതിൽ വൈറ്റ് കളറ് പൂക്കളാണ് ഉണ്ടാവുന്നത്. ശരിക്കും ഒരു മുക്കുറ്റിപ്പൂവിനോട് സാദൃശ്യമുണ്ട്. ഷേപ്പ് വൈസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നിറയെ വെള്ള പൂക്കൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പർപ്പിളും വൈറ്റും കോമ്പിനേഷൻ ഒരു അഡാർ കോമ്പിനേഷൻ തന്നെയാണ്. പ്രകൃതിയുടെ കാര്യം അല്ലെങ്കിൽ തന്നെ അതുപോലെയാണല്ലോ അല്ലേ. നമ്മൾ അതിശയിപ്പിച്ചു ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രകൃതി നമുക്ക് മുമ്പിൽ ഓരോന്നും ഒരുക്കി തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ ഇതൊരു ഔഷധ സസ്യമെന്ന് പറഞ്ഞുല്ലോ. ഒരുപാട് ഔഷധ മൂല്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. ഇതിൻ്റെ പേര് മുറി പൊട്ടി, മുറി ഉണക്കി, മുറി കൂട്ടി എന്നൊക്കെയാണ്. അതായത് മുറിവിനെ ഉണക്കുന്നു എന്നർത്ഥം വരുന്ന തരത്തിലുള്ള പല പല പ്രാദേശികമായിട്ടുള്ള പേരുകളാണ് ഞാനിവിടെ പറഞ്ഞതേ. അപ്പോൾ നമ്മളുടെ മക്കൾ ഇപ്പോൾ പ്രത്യേകിച്ച് ന്യൂജൻ പിള്ളേർ കുട്ടികൾ എന്താ ഉണ്ടാവുക, ഒരു ചെറിയ മുറിവ് വരാണെങ്കിൽ ഓടിപ്പോയിട്ട് ഷെൽഫിലോ മറ്റോ അമ്മ കരുതി വെച്ചിട്ടുള്ള ബാൻഡേജൊക്കെ അന്വേഷിച്ച് നടന്ന് അത് പിടിച്ച് പ്രസ് ചെയ്ത് ആ മുറിവിനെ മറച്ചു വെക്കും അല്ലേ. അങ്ങനെയാണ് പതിവ്. അപ്പം നമ്മുടെ മക്കൾ പ്രകൃതിയോടൊന്ന് ഇണങ്ങാനൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ഔഷധ മൂല്യങ്ങളുള്ള സസ്യങ്ങളെ ഒന്ന് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് അവരെ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ പ്ലാന്റൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും വളർത്താനായിട്ടില്ല. ഷെയ്ഡിലായാലും ഇവർ നന്നായിട്ട് പടർന്ന് പന്തലിച്ച് വളരുകയും ചെയ്യും. ഒരുപാട് ആയുസ്സുള്ള ചെടിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾ അത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഉണ്ടെങ്കിൽ ഒന്നൊരു ചെറിയ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടില പിഴിഞ്ഞ് ആ നീര് ആ മുറിവിൽ ഇറ്റിച്ച് കഴിഞ്ഞാൽ ആ മുറിവ് പമ്പ കിടക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ ആ ഒരു പ്രകൃതിയോട് കുട്ടികളെ കൊണ്ടുവരികയും ചെയ്യാമല്ലോ. ചെറിയ ഒരു നുറുങ്ങാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മുറി വൈദ്യൻ ആളെ കൊല്ലുന്നതാണ്. അപ്പോൾ ഉപയോഗക്രമം ശരിക്കും അറിയാതെ ഉപയോഗിക്കരുത് കേട്ടോ.